യുനെസ്കോ സാഹിത്യ നഗരം പദവി സ്വീകരിച്ച് തിരിച്ചെത്തിയ കോഴിക്കോട് മേയർക്കും സംഘാംഗങ്ങൾക്കും മാതൃഭൂമിയിൽ സ്വീകരണം. ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ, MD MV ശ്രേയാംസ്കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിധീഷ്, എഴുത്തുകാരായ KP ശങ്കരൻ, VR സുധീഷ്, KP രാമനുണ്ണി, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകുന്നത്. അങ്ങനെ അനേകം സംഘടനകൾ, സാഹിത്യ സംഘടനകളും ഇവരെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അനേകം ലൈബ്രറികളുണ്ട്. ദേശപോഷിണി പോലെയുള്ള ലൈബ്രറികളുണ്ട്. പണ്ട് ദേശപോഷിണി ലൈബ്രറി എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഒരു വലിയ താവളം തന്നെയാണ്. തിക്കോടി മാറ്റൊക്കെ എത്രയോ നാടകങ്ങൾ CK വളരെ സന്തോഷകരമായ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്, കേരളത്തിന് മുഴുവൻ. എങ്ങനെയാണ് ആ നേട്ടം സ്വന്തമാക്കി തിരിച്ചു വന്ന ടീമിൻ്റെ ഒരു സന്തോഷം? മാതൃഭൂമി ഉജ്ജ്വലമായ സ്വീകരണമാണ്, ഊഷ്മളമായ സ്വീകരണമാണ് മേയർക്കും കൂട്ടർക്കും നൽകിയിട്ടുള്ളത്. യുനെസ്കോ സാഹിത്യ നഗരം പദവി സ്വീകരിച്ച് തിരിച്ചെത്തിയത് ഇന്നലെയാണ്. വൈകിട്ടാണ് മാതൃഭൂമിയിൽ ഇപ്പോൾ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റം പ്രൗഢഗംഭീരമായ ചടങ്ങ്. മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട സാരഥികൾ, അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെയും പരിസരങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരെല്ലാം ചേർന്നാണ് ഊഷ്മളമായ ഈ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായ PV ചന്ദ്രൻ, MD MV ശ്രേയാംസ്കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിധീഷ് തുടങ്ങി എല്ലാവരും ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ എഴുത്തുകാരായ KP കുമാരൻ, VR സുധീഷ്, PP ശ്രീധരൻ ഉണ്ണി, കൽപ്പറ്റ നാരായണൻ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ, ഖദീജ മുംതാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു പദവി നേടാൻ കഴിഞ്ഞത് കോഴിക്കോടിന്റെ അഭിമാനമാണ് എന്ന അഭിപ്രായമാണ് ഇവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് ഈ നഗരപദവി, സാഹിത്യ നഗര പദവി കൂടുതൽ ഉയരങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശവും പ്രത്യേകിച്ച് എഴുത്തുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.